ട്രേഡിംഗ് തട്ടിപ്പ് വഴി വൈദികനിൽ നിന്നും കോടികൾ കവർന്ന കേസിലെ പ്രതികളെ പോലീസ് പിടികൂടിയത് തന്ത്രപരമായ നീക്കത്തിലൂടെ. തട്ടിപ്പിന് പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമാണെന്ന് വ്യക്തമായതോടെയാണ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടത്തിയത്. കേസിലെ ഒരു പ്രതിയെ മഹാരാഷ്ട്രയിൽ നിന്നും മുഖ്യ സൂത്രധാരനെ ഡൽഹിയിൽ നിന്നുമാണ് പിടികൂടിയത്. നവംബർ മുതൽ ജനുവരി 15 വരെയുള്ള കാലയളവിലാണ് സംഭവം. ഷെയർ ട്രേഡിംഗിൽ കമ്പമുള്ളയാളായിരുന്നു കോതനല്ലൂർ സ്വദേശിയായ തൂവാനീസ പ്രാർത്ഥനാലയത്തിലെ വൈദികൻ ടിനീഷ് കുര്യൻ പിണർക്കയിലിൽ. ഇത് മനസ്സിലാക്കിയ തട്ടിപ്പ് സംഘം സമൂഹ മാധ്യമം വഴി വൈദികനുമായി ബന്ധപ്പെട്ടു. തുടർന്ന് ആദിത്യ ബിർള ക്യാപിറ്റൽ സ്റ്റോക്ക് ആൻഡ് സെക്യൂരിറ്റി എന്ന പേരിൽ ആഡ് ബീർ കേപ്പബിൾ എന്ന ആപ്ലിക്കേഷൻ വൈദികന്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യിപ്പിച്ചു. ഇതുവഴിയായിരുന്നു ഓൺലൈൻ ട്രേഡിംഗ്. 850% ലാഭം വാഗ്ദാനം ചെയ്താണ് വൈദികനുമായി സംഘം ഇടപാട് സ്ഥാപിച്ചതെന്ന് പോലീസ് പറയുന്നു. ആദ്യം 50 ലക്ഷവും പിന്നീട് 17 ലക്ഷവും ഇടപാടുകാർക്ക് നൽകി. തുടക്കത്തിൽ ചെറിയ ലാഭവിഹിതം നൽകി സംഘം വൈദികന്റെ വിശ്വാസം നേടിയെടുത്തു. വാഗ്ദാനം ചെയ്ത രീതിയിൽ പണം തിരികെ ലഭിച്ചതോടെ പലരിൽ നിന്നായി സ്വരൂപിച്ച 1.41 കോടി രൂപ പല തവണകളായി പല അക്കൗണ്ടുകളിലേക്ക് വൈദികൻ നിക്ഷേപിച്ചു. എന്നാൽ ഇതിനുശേഷം വൈദികന് സംഘത്തെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ലാഭവും മുടക്കിയ പണവും തിരികെ ലഭിക്കാതെ വന്നതിനെ തുടർന്ന് വൈദികൻ പോലീസിൽ പരാതിപ്പെട്ടു. കേസെടുത്ത കടത്തുരുത്തി പോലീസ് അന്വേഷണവും ആരംഭിച്ചു. കേരളത്തിലെ വിവിധ ATMകളിൽ നിന്നും 8 തവണയായി 1.40 ലക്ഷം രൂപ പിൻവലിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ഈ അക്കൗണ്ട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ താമരശ്ശേരി സ്വദേശികളായ ഷംനാഥ്, മുഹമ്മദ് മിൻഹാജ് എന്നിവരെ ആദ്യം പിടികൂടി. ഇവരിൽ നിന്നും തട്ടിപ്പിന് പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമാണെന്ന വിവരം ലഭിച്ചു. തുടർന്ന് മാസങ്ങൾ നീണ്ട അന്വേഷണം. ഫെബ്രുവരിയിൽ കേസിലെ 4 പ്രതികളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ ഒരാളായ മഹാരാഷ്ട്ര സ്വദേശി മുഹമ്മദ് ജാവേദ് അൻസാരിയെ അന്വേഷണ സംഘം പിടികൂടിയത് മഹാരാഷ്ട്രയിൽ നിന്ന്. തട്ടിപ്പിന്റെ പ്രധാന ആസൂത്രകൻ ദക്ഷിണ ഡൽഹി സ്വദേശിയായ സുബേർ അപ്പോഴും ഒളിവിൽ. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സുബേറിനെ പിടികൂടാൻ പോലീസിന്റെ പ്രത്യേക സംഘം ഡൽഹിയിൽ നിന്നും അതിസാഹസികമായി സുബേറിനെ പോലീസ് പിടികൂടി. തുടർന്ന് നാട്ടിലെത്തിച്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് മലയാളം, കോട്ടയം.